നമ്മൾ പലരും പറയുന്ന ഒരു വാക്യമാണ്, ഈ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യലി ഗ്രോ ചെയ്യാൻ പറ്റും, നമ്മൾ ഒരു നല്ലൊരു റിച്ച് ലൈഫിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്ന്. പക്ഷേ നിങ്ങളൊന്ന് നോക്കി, ഇന്ത്യയിൽ, കേരളത്തിൽ തന്നെ കോടിക്കണക്കിന് ആൾക്കാർ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരാരും റിച്ച് ആവുന്നില്ല. അപ്പം എന്താണ് അതിൻ്റെ കാരണങ്ങൾ? അപ്പോൾ 2026 എത്തുകയാണ്. നമ്മൾ ചില ഈ മിസ്റ്റേക്സ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ വർഷം മാത്രമേ മാറത്തുള്ളൂ, നമ്മുടെ ലൈഫിന് യാതൊരു മാറ്റവും വരുത്തില്ല, പ്രത്യേകിച്ച് ഫിനാൻഷ്യലി സ്ട്രഗിളിന് യാതൊരു മാറ്റവും വരുത്തില്ല. അതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. സോ വെൽക്കം ടു ന്യൂ വീഡിയോ. നമ്മൾ ഫിനാൻഷ്യലി സ്ട്രഗിളിൽ നിന്ന് മാറുവാൻ, ഫിനാൻഷ്യലി ഗ്രോ ആകുവാൻ, റിച്ച് ആവാനുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിലെ വീഡിയോസിൽ പറയുന്നത്. മിസ്റ്റേക്ക് നമ്പർ 1, ഇൻകം കൂട്ടാതെ എക്സ്പെൻസ് കൂട്ടുന്നതാണ്. അതായത് ജീവിതത്തിൽ നമ്മുടെ ഇൻകം ഒട്ടും കൂട്ടുന്നില്ല, പക്ഷേ എക്സ്പെൻസ് ആണെങ്കിൽ നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ട് അനിയന്ത്രിതമായിട്ട് ചിലവുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മന്ത്ലി. അതാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആദ്യത്തേതെന്ന് പറയുന്നത്. അതായത് ചിലപ്പം 20,000 ആയിരിക്കാം, 30,000 ആയിരിക്കാം, 50,000 ആയിരിക്കാം സാലറി. പക്ഷെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് തന്നെ ഫോണിൻ്റെ EMI, ബൈക്കിൻ്റെ EMI, കാറിൻ്റെ EMI, ഒന്നും പോരാഞ്ഞിട്ട് വീടിൻ്റെ EMI, ഇങ്ങനെ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വരുന്ന ഇൻകം നോക്കാതെ പല വഴിക്ക് ലോൺ, പല വഴിക്ക് എക്സ്പെൻസും അങ്ങനെ നടത്തുകയാണ് നമ്മൾ. അതുപോലെ തന്നെ നമ്മൾ പലതരം ചിലവുകൾ, ഷോപ്പിംഗ് ആവാം. നമുക്കിപ്പോൾ തന്നെ അറിയാമല്ലോ, നമുക്ക് ഈ UP ഓൺലൈൻ ട്രാൻസാക്ഷൻ വന്നേ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേയ്മെൻ്റ് ആകും. അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കുന്നില്ല, പലയിടത്തും പല വഴിക്കും, ഫുഡിനായിരിക്കാം, സ്നാക്സിനായിരിക്കാം, പലതരത്തിലുള്ള ചിലവുകൾ, സിനിമയ്ക്ക് പോകുന്നതായിരിക്കാം, നമ്മൾ അറിയുന്നില്ല. ചിലപ്പോൾ 20, 30, 50 അല്ലെങ്കിൽ 100 ഒക്കെ ഉപയോഗിക്കും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരു ചെറിയ പൈസ പോകുന്നല്ലോ, 200 ആയിരിക്കാം, ചെറിയൊരു തുകയല്ലോ. നമ്മളിതൊക്കെ ഒന്ന് കൂട്ടി വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തിയതിനെ കൂട്ടി വെച്ച് നോക്കിയാൽ തന്നെ മാസം ഒരു 3,000 രൂപയുടെയും 4,000 രൂപയുടെയും ഒക്കെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടായിരിക്കും. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഒരു ഇത്രയും ചിലവ്, 3,000, 4,000 രൂപ ഓൺലൈൻ തന്നെ നമ്മൾ പോയല്ലോ എന്നുള്ളത്. അതുപോലെ ഈ കാലത്ത് ഓൺലൈൻ ഷോപ്പിംഗ് വളരെ പോപ്പുലർ ആയിരിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. അപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിൽ പലതരം ഓഫറുകൾ വരും, പലതരം നമ്മളെ മോഹിപ്പിക്കുന്ന, നമ്മളെ ട്രിഗർ ചെയ്യുന്ന പലതരം ഓഫറുകൾ, ഇത്ര % സെയിൽ നടക്കുന്നു, ആ സെയിൽ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള അനേകം കാര്യങ്ങൾ നമ്മൾ ഷോപ്പിങ്ങിലൂടെ മേടിച്ചു കൂട്ടാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഉടനെ നമ്മളുടെ ഇൻകത്തെ പറ്റി നമ്മൾ വിചാരിക്കുന്നില്ല. നമുക്ക് ഇത്ര രൂപ ഇൻകം ഉണ്ട്, 20,000 ഉണ്ട്, 30,000 ഉണ്ട്, അപ്പോൾ അതിനുള്ളിൽ നിർത്തണം എന്നുള്ള ആ ഒരു ചിന്താഗതി ഒന്നും നമ്മൾ പലരും വരുന്നില്ല. അപ്പോൾ അത് വളരെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സ്ട്രഗിളിലേക്കാണ് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഇൻകം കൂടുന്നതിന് മുമ്പ് തന്നെ ഈ എക്സ്പെൻസ് കൂടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിലെ വലിയൊരു അവർക്ക് പറ്റുന്ന ഒരു ട്രാപ്പാണ് അതെന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ പലരും ഈ ജോലി ചെയ്യുന്നത് തന്നെ ഈ വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ജോലി ചെയ്യുന്നത്. പലരും ജോലി ചെയ്യുന്നത് തന്നെ നമ്മൾ എന്താ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ചെറിയ ട്രിപ്പുകൾ പോകുന്നതാവാം, ചെറിയ ഇങ്ങനത്തെ പലതരം ഷോപ്പിങ്ങുകൾ, പലതരം എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴും നമുക്ക് വളരെ വ്യക്തമായിട്ടൊരു ഗ്രാഹ്യം വേണം നമ്മുടെ ഉള്ളിൽ. നമ്മുടെ ഇൻകം എത്രയാണ്, അപ്പോൾ അതിൽ എത്ര വരെ നമുക്ക് ഒരു മാസം എക്സ്പെൻസ് ആകാം എന്നുള്ളത്, സേവിങ്സും കഴിഞ്ഞിട്ട് ബാക്കി എക്സ്പെൻസ് എത്ര ആകാം എന്നുള്ളത് ഒരു നല്ലൊരു ഗ്രാഹ്യം വേണം. ഇല്ലെങ്കിൽ ഇതൊരു വലിയൊരു ട്രാപ്പിലാണ് പോകുന്നത്. ഇൻകത്തിന് ആനുപാതികമായിട്ട് മാത്രം എക്സ്പെൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മിസ്റ്റേക്ക് 2, സേവിങ്സ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് എന്ന് ധരിക്കുന്നതാണ്. അതായത് പലരും ധരിക്കാറുണ്ട്, ഈ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന്. അല്ല, സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും രണ്ടാണ്. നമ്മൾ സേവ് ചെയ്തിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യണം. അത് നമുക്ക് മണി ഗ്രോ ആകുന്ന, നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിലോട്ട് ആ സേവ് ചെയ്ത മണി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് ഇൻവെസ്റ്റ്മെന്റ് ആകുന്നത്. ഇല്ലെങ്കിൽ അത് അവിടെ സേവ് ആയിട്ട് ആ മണി അവിടെ ഇരിക്കത്തേ ഉള്ളൂ. സേവ് ചെയ്തൊരു മണി അവിടെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പം 6 to 7% വരികയാണ്. അപ്പം നമ്മളുടെ വർഷാവർഷം നമ്മളുടെ സമ്പത്തിൽ അത്ര കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത്രയും ജീവിത ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഇൻകം കിട്ടുന്നിടത്ത് ഈ സേവ് ചെയ്ത മണി ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ വെറുതെയാണ്. അതിൽ നമ്മൾ വെറുതെ ചെയ്യുന്നൊരു കാര്യം, അതിനകത്ത് യാതൊരു പ്രയോജനവുമില്ല. ഒരിക്കലും നമ്മൾ റിച്ച് ആകത്തില്ല. അപ്പം നല്ല റിട്ടേൺ കിട്ടുന്നിടത്ത് FD എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ റിട്ടേണേ കിട്ടുന്നുള്ളൂ. അത് ഇൻഫ്ലമേഷൻ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ അത് ഒട്ടുമല്ലാത്ത രീതിയിലേക്ക് പോകും. അപ്പം നല്ല റിട്ടേൺ കിട്ടുന്ന ഷെയറുകളിലായാലും മ്യൂച്വൽ ഫണ്ടുകളിലായാലും ഗോൾഡ് ETF-കളായാലും നല്ല റിട്ടേൺ നമുക്ക് 10-ന് മേളിൽ റിട്ടേൺ കിട്ടുന്നിടത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം.
12 to 15 വരെയെങ്കിലും ഒരു മിനിമം റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയാലേ നമുക്ക് ഒരു നല്ല റിട്ടേൺ എന്ന് പറയാൻ പറ്റത്തുള്ളൂ, നമ്മുടെ മണി ഗ്രോ ചെയ്യത്തുള്ളൂ, റിച്ച് ആവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഈ ഷെയർ, മ്യൂച്വൽ ഫണ്ട്, മറ്റുള്ള ഈ ETF-കളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം. അല്ലാതെ നമ്മളൊരു മണി കുറച്ച് ബാങ്കിൽ കൂട്ടി സേവ് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചിട്ടിയിൽ ഇട്ട് വെച്ചു എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു ഫലവുമില്ല. അത് ഇൻഫർമേഷൻ മൂലം അത് ആ പൈസ ഇല്ലാതെ പോകത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ മണി ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്ലോലി ഡൈയിങ് എന്നുള്ളതാണ്. അപ്പം സേവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ മാത്രമാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഗ്രോ വളരുക എന്നുള്ളത്, അതാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. മിസ്റ്റേക്ക് 3, EMI ലൈഫ്. നമ്മുടെ ഇന്ത്യക്കാർ ഭൂരിപക്ഷവും എന്ന് പറയുന്നത് പലതരം EMI, പലതരം ലോണുകളിലാണ് ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ പോലെ ഫോണിൻ്റെ EMI ആകാം, ബൈക്കിൻ്റെ EMI ആകാം, കാറിൻ്റെ EMI ആകാം, അല്ലെങ്കിൽ ഹൗസ് EMI ആകാം, എഡ്യൂക്കേഷന് വേണ്ടി എടുത്ത EMI ആകാം, വെക്കേഷന് വേണ്ടി എടുത്ത EMI ആകാം. അങ്ങനെ EMI ട്രാപ്പിനുള്ളിലാണ് നമ്മുടെ ജീവിതം മുഴുവനും. അതിനകത്തൊന്ന് കരകയറിയില്ലെങ്കിൽ യാതൊരു രക്ഷയുമില്ല. അപ്പം അൺനെസറി ആയിട്ടുള്ള ഈ ബാഡായിട്ടുള്ള ലോൺ എടുക്കുന്നതിനകത്ത് യാതൊരു പ്രയോജനമില്ല. നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ അത് നമ്മളുടെ വളർച്ചയ്ക്ക്, നമ്മളുടെ ഗ്രോത്തിന് ഉപകരിക്കുന്ന എന്തെങ്കിലും ലോണുകളായിരിക്കണം. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ ബിസിനസ്സിന് വേണ്ടിയുള്ള ലോണുകളായിരിക്കാം, എഡ്യൂക്കേഷന് വേണ്ടിയുള്ളതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, നമ്മളുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്ന, നമ്മളുടെ മണി ഗ്രോ ചെയ്യുന്ന തരത്തിലുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ലോണുകൾ ഒഴികെ ബാക്കി എല്ലാ ലോണുകളും ഒരു വലിയൊരു ലയബിലിറ്റിയാണ്, ബാധ്യതയാണ്. അതൊരു വൻ കടബാധ്യത നിങ്ങളുടെ മേളിൽ വരുത്തുകയാണ്. പലപ്പോഴും ഇപ്പോൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ പുറത്തേക്ക് വിടാനായിട്ടൊക്കെ, എബ്രോഡ് വിടാനായിട്ട് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാറുണ്ട്. പലരും വലിയ വീടുകൾ വെക്കാൻ വേണ്ടിയിട്ട് ഹൗസിംഗ് ലോൺ എടുത്ത് കടത്തിലായി. ഈ കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പം വീടുകളൊക്കെ വിൽപ്പനയ്ക്കൊക്കെ വെച്ചേക്കുന്നത് കാണാം, ബോർഡ് വെച്ചേക്കുന്നത്. പലപ്പോഴും പത്രങ്ങളിൽ കാണാം വീടുകൾ ജപ്തി ചെയ്യാൻ വേണ്ടി ഇത്രയോ വീട്. ഒരു ദിവസം ഞാൻ ഒരു വലിയൊരു പേജ് നിറച്ച് വീടുകൾ ജപ്തി ചെയ്യാനുള്ളതിൻ്റെ ലിസ്റ്റ് ഇട്ടേക്കാണ്, ഫോട്ടോ സഹിതം അത് ഇട്ടേക്കുകയാണ്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ഇങ്ങനത്തെ അനാവശ്യമായ ലോണുകൾ എടുത്ത് ട്രാപ്പിലായി പോയി കഴിഞ്ഞാൽ അതൊരു വലിയൊരു പ്രശ്നമാണ്. സോ EMI എന്ന് പറഞ്ഞാൽ ഒരു ബാഡല്ല, പക്ഷേ EMI നമ്മുടെ ഇൻകം ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് ഗുഡാണ്, അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. സോ കംഫർട്ട് ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ടുമോറോ ആയിരിക്കും. എന്നാൽ ഡിസിപ്ലിൻ ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരു ഗ്രോത്ത് ആയിരിക്കും. മിസ്റ്റേക്ക് 4 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ പഠിക്കാത്തതാണ്. അതായത് ഫിനാൻസിനെ പറ്റി പഠിക്കാത്തത്, നമ്മുടെ ജീവിതത്തിൽ മണി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിക്കാത്തത്. സ്കൂളിൽ ഒരിക്കലും ടാക്സിനെ പറ്റി പഠിപ്പിക്കത്തില്ല, കോളേജിൽ ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പഠിപ്പിക്കത്തില്ല. അപ്പോൾ ഒരിടത്തും നമുക്കിങ്ങനെ ഒരു മണിയെ പറ്റി, പേഴ്സണൽ ഫിനാൻസിനെ പറ്റി, മണി എങ്ങനെ കൈകാര്യം ചെയ്യാം, ജീവിതത്തിൽ എങ്ങനെ മണി കൈകാര്യം ചെയ്യാം, അതിലൂടെ എങ്ങനെ ഗ്രോ ചെയ്യാം, അതിലൂടെ എങ്ങനെ റിച്ച് ചെയ്യാം എന്നൊന്നും ആരും നിങ്ങളെ പഠിപ്പിക്കത്തില്ല. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോകളോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള എവിടെയെങ്കിലുമൊക്കെ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ഒരിക്കലും ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും വളരത്തില്ല. കാരണം മണി എങ്ങനെ വളരുന്നു, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നും അറിയാതെ പിന്നെ എങ്ങനെയാണ് മണി ഗ്രോ ചെയ്യുന്നത്. അപ്പം അതിനെപ്പറ്റി പഠിക്കാതെ ചിന്തിക്കാത്തിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും ഗ്രോ ചെയ്യത്തില്ല, റിച്ച് ആകത്തില്ല, എപ്പോഴും വളരെ ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ തന്നെയായിരിക്കും. സോ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനിൽ ഒരു ഓപ്ഷനാണ് എന്ന് കരുതുന്നവർ അവർ ഫ്യൂച്ചറിൽ അവർ ദാരിദ്ര്യത്തിലോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു സത്യം. മിസ്റ്റേക്ക് 5, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റ്. അതായത് പിന്നീടാവാം എന്നുള്ളത്. അതായത് കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കുക എന്നൊക്കെ പറയും. അതായത് നാളെ ആവട്ടെ, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ആവട്ടെ, സാലറി കൂടിക്കഴിയുമ്പം ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം, അല്ലെങ്കിൽ മാരേജ് കഴിയട്ടെ അപ്പം ഞാൻ ഇതൊക്കെ എല്ലാം ഒന്ന് റൊട്ടീനിലാക്കി ഒന്ന് റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലേ. അത് വളരെ ഒരു ട്രാപ്പാണ്. അങ്ങനെ മാറ്റി കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരിടത്തും എത്തത്തില്ല, ഒരു കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കത്തില്ല. അപ്പം മാറ്റി വെക്കാതിരിക്കുക, ഇന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. അപ്പം ടൈമാണ് ഈ വെൽത്തിൻ്റെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഒരു പാർട്ണർ എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മൾ ടൈം എടുക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നേരത്തെ ഇത് ചെയ്തു തുടങ്ങുന്നു, അത്രത്തോളം കൂടുതൽ വെൽത്ത് ഉണ്ടാക്കുവാനും അത്രത്തോളം വേഗത്തിൽ നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിച്ചേരുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ 5000 രൂപ വെച്ച് ഓരോ മാസം ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ ഒരു 10 വർഷം മുൻപേ ചെയ്തൊരാളും, പക്ഷേങ്കിൽ 10000 വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടൊരു 5 കൊല്ലം ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരാളും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു ചാർട്ട് ഞാൻ കാണിക്കാം, നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പം 10000 രൂപ വെച്ചിട്ട് പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ റിട്ടേൺ ഈ 5 വർഷം മുമ്പേ 5000 വെച്ച് മാത്രം തുടങ്ങിയതിന് കിട്ടുന്നതായിരിക്കും. ഒരു ചാർട്ട് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും.
മിസ്റ്റേക്ക് നമ്പർ 6, കമ്പാഷൻ ആൻഡ് സോഷ്യൽ പ്രഷർ എന്ന് പറയും. അതായത് നമ്മുടെ അയൽവക്കത്തുള്ള ആൾ കാർ മേടിച്ചു, പുതിയ ഏറ്റവും വലിയ വണ്ടി മേടിച്ചു, അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാരൻ ഒരു ട്രിപ്പ് പോയി, ഒരു എബ്രോഡ് ട്രിപ്പ് പോയി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധു പുതിയ ഇന്ന കാര്യം ചെയ്തു എന്നൊക്കെയുള്ള ഈ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നു, മറ്റുള്ളവർ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു ചിന്താഗതി വരുമ്പോൾ നമ്മളൊരിക്കലും അപ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് നോക്കാറില്ല, നമ്മുടെ ഇൻകം നമ്മൾ ഇൻകത്തെ പറ്റി ചിന്തിക്കാറില്ല. ഇതൊന്നും ചിന്തിക്കാതെ അതിനെ കോപ്പി ചെയ്യുവാനും അതേപോലെ ചെയ്യുവാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അത് വലിയൊരു ട്രാപ്പിലേക്കാണ് ചെന്ന് വിടുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാണിക്കുന്ന ഈ റിച്ച് ലൈഫ് എന്നൊക്കെ പറയുന്നത് വെറും സോഷ്യൽ മീഡിയ ലൈഫ് എപ്പോഴും ഫേക്ക് ലൈഫാണ്. അതിനെ ഇമിറ്റേറ്റ് ചെയ്യാനോ അതിനെ ഫോളോ ചെയ്യാനോ ഒക്കെ ശ്രമിക്കുന്നതാണ് വേറൊരു വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ ഒരു ഫേക്ക് ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഷോറൂമാണ്. ഷോ ഓഫ് റിച്ച് അല്ല ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ഫ്ലോ റിച്ച് ആണ് റിയൽ റിച്ച് എന്ന് പറയുന്നത്, റിച്ച്നെസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ. മിസ്റ്റേക്ക് 7, നോ ഇൻഷുറൻസ് നോ സേഫ്റ്റി എന്നുള്ളത്. അതായത് നമ്മൾ ഇന്ത്യൻസിന് നമ്മൾ ഒരിക്കലും ഈ സേഫ്റ്റി വലുതായിട്ട് കാര്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എടുക്കാറില്ല. ഗവൺമെൻറ്റും അങ്ങനെ തന്നെയാണ്. ഈ മനുഷ്യരുടെ ജീവനെ പറ്റിയോ ഇപ്പം നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ മതി, മനുഷ്യന് ജീവനെ പറ്റി യാതൊരു ബോധവും ഗവൺമെൻറ്റിനൊന്നുമില്ല. അവർ മനുഷ്യന് എന്ത് സംഭവിച്ചാലും എന്ത് അപകടം സംഭവിച്ചാലും ഒന്നും അവർ കാര്യമാക്കാറില്ല. അത് പലതരത്തിൽ നമ്മൾ നോക്കിയാൽ മതി. തെരുനായകളാണെങ്കിൽ പോലും ഓടിച്ചിട്ട് മനുഷ്യരെ കടിക്കുന്നതും ആൾക്കാർ മരിക്കുന്നത് പോലും ഇവിടെ ആരും ഗവനിക്കാറേയില്ല. ഒരു ന്യൂസായിട്ട് വരുന്നു, അത് വിട്ടുകളയുന്നു എന്നുള്ളത് പോലെയാണ് നമ്മളും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മളുടെ ഇതിൻ്റെ പ്രൊട്ടക്ഷന്, ഇതിൻ്റെ ഈ സേഫ്റ്റി ഇൻഷുറൻസിനെ പറ്റി ബോധവാന്മാരല്ലെങ്കിൽ അതൊരു വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പം ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെ ഒരു ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ടേം ഇൻഷുറൻസും നമുക്ക് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ഇല്ലെങ്കിൽ നമുക്കൊരു ജീവിതത്തിൽ പെട്ടെന്നൊരു അപകടമുണ്ടായി, അസുഖമുണ്ടായി, ഹോസ്പിറ്റലൈസൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. അപ്പം ഇൻഷുറൻസ് കവറേജ് ഇതൊക്കെ ഇതിനെപ്പറ്റിയുള്ള പ്രാധാന്യത്തെ പറ്റി നമ്മൾ വളരെ ബോധവാന്മാരായിരിക്കണം. മിസ്റ്റേക്ക് 8 ആണ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയും. അതായത് മുമ്പ് പറഞ്ഞത് തന്നെ നമ്മുടെ ഈ മാർക്കറ്റിൽ ഇത് വിലക്കയറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. 6 to 7% ആണ് ഇയർലി ഇന്ത്യയിലെ വിലക്കയറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിത ചെലവുകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ബോധവാന്മാരല്ലെങ്കിൽ, അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ, അതിനനുസരിച്ച് നമ്മൾ ഇൻകം കൂട്ടുകയും സാലറി കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ, നമ്മുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ മറ്റുള്ള വരുമാന മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇൻകം കൂടി നമ്മളുടെ മെയിൻ ഇൻകത്തോടെ ഇല്ലെങ്കിൽ അതൊക്കെ വലിയൊരു ട്രാപ്പിലേക്ക് ചെന്ന് വിടും, വലിയൊരു ബുദ്ധിമുട്ടിലാകപ്പെടും. അത് നമ്മൾ ഫിനാൻഷ്യലി നമ്മളെ വളരെ ഒരു ഫെയിലിയറിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നതായിരിക്കും. അപ്പോൾ വാട്ട് ടു ഡു? 2026 പൂവറാകാതിരിക്കാൻ ചെയ്തിരിക്കേണ്ട 4 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഇൻക്രീസ് ചെയ്യുവാനായിട്ട് സ്കിൽസ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ സാലറിയുടെ ഇൻകത്തിൻ്റെ ഒരു 20% എങ്കിലും സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ EMI ലൈഫിന് കൺട്രോൾ ചെയ്യുക. എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ, എത്രത്തോളം കടങ്ങൾ വീട്ടിൽ തീർക്കാൻ പറ്റുമോ അത്രത്തോളം വളരെ നല്ല കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ നോളജ് നേടുക. അതിങ്ങനത്തുള്ള വീഡിയോയിൽ നിന്നുള്ളതാകാം, നല്ല ഫിനാൻഷ്യൽ ബുക്കുകളിൽ നിന്ന് വായിച്ചുള്ളതാകാം. എന്തായാലും നിങ്ങൾ ഫിനാൻഷ്യൽ നോളജ് നേടുക, അത് എന്നിട്ട് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 2026 എന്ന് പറയുന്നത് ഒരു പുതിയൊരു വർഷം അല്ലെങ്കിൽ ഒരു പുതിയൊരു കലണ്ടർ അല്ലെങ്കിൽ ഡെസ്റ്റിനി അല്ല. അതെന്ന് പറയുന്നത് നമ്മളുടെ ഡിസിഷൻ്റെ ഒരു റിസൾട്ട് ആയിരിക്കും 2026 എന്നുള്ളത്. ഹാബിറ്റ് മാറ്റിയില്ലെങ്കിൽ കലണ്ടർ മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ നോബഡി ടീച്ച് യു ദിസ് ഇൻ സ്കൂൾസ്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.